എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവർ വിവാഹിതരായ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ അച്യുതന്റെ വീട്ടിനടുത്ത് താമസിച്ചിരുന്ന കുടുംബക്കാരുണ്ടായിരുന്നു. പക്ഷേ അവർക്കാണെങ്കിൽ ഭൂമിജയോടും അച്യുതനോടും അസൂയയാണ്. അവരെ നമ്മുടെ ഭവാനി സ്വാധീനിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് ഭവാനി പറയുവാണ്, പോലീസ് നിങ്ങളോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്യുതൻ ദിവസവും മദ്യപിച്ച് വന്നിട്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും, അങ്ങനെ തന്നെ നിങ്ങൾ പറയണം എന്ന് ഭവാനി പറയുന്നുണ്ട്. സമയം ആ കുടുംബക്കാര് നമ്മുടെ ഭവാനിയുടെ കയ്യിൽ നിന്നും കാശ് മേടിച്ചിട്ടാണ് ഈ കാര്യം ഏൽക്കുന്നത്. അതേപോലെ തന്നെ ആ പരിസരത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ അച്യുതന്റെ പരിചയത്തിലെ ഒരു ആള് തന്നെയാണ്. അയാളെയും ഭവാനി സ്വാധീനിക്കുന്നുണ്ട്. അയാൾക്കും പൈസ കൊടുത്തിട്ട് അനി വിളിച്ച് പറയുവാണ്, പൈസ വിളിച്ച് നിങ്ങളോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയണം നിങ്ങളാണ് അച്യുതന് മദ്യം വാങ്ങി കൊടുത്തതെന്ന് തന്നെ പറയണം. അച്യുതൻ മരിച്ച ആ ദിവസവും നിങ്ങൾ മദ്യം വാങ്ങിച്ചു കൊടുത്തും എല്ലാ തെളിവുകളും നിങ്ങൾ കാണിക്കണം പോലീസിനോട്. കുറച്ച് കാര്യങ്ങൾ ഭവാനി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവര് അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ ദിവസം തന്നെ പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. ഈ സമയം തന്നെ ആ ഭാര്യയും ഭർത്താവും പറയുവാണ്, അയാള് മദ്യപിക്കുന്ന ആള് തന്നെയാണ്. ഇന്നും കുടിച്ചും കൊണ്ട് വന്നിട്ട് വീട്ടില് വഴക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും. മാത്രമല്ല ഭാര്യയും മകളെയും അടിക്കുകയും ചെയ്യും. ഞങ്ങളത് പല തവണകളായി കണ്ടിട്ടുണ്ട്. ഈ സമയം അജയ് പറയുവാണ്, നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങളെ ആരോ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. അങ്ങനെയല്ല സാർ, സത്യാവസ്ഥയാ പറഞ്ഞത്. ഈ സമയം അജയ് പറയുവാണ്, ശരി, പിന്നെ നമ്മൾ വീണ്ടും വിളിപ്പിക്കും നിങ്ങളെ, വീണ്ടും കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നേക്കണം എന്ന് അജയ് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവറെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഓട്ടോ ഡ്രൈവറും അതേസമയം പറയുവാണ്, തന്നെയാണ് അച്ചുവേട്ടന് മദ്യം മേടിച്ചു കൊടുത്തത്. പിന്നെ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. ഇതിന്റെ ബില്ല് വരെ എന്റെ കയ്യിലുണ്ട് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ബില്ലെടുത്ത് നമ്മുടെ അജയ്ക്ക് കൊടുക്കുവാണ്. സമയം തന്നെ അജയ് ചോദിക്കുവാണ്, ബില്ലൊക്കെ എന്തിനാ നിങ്ങൾ ഇത്രയും ദിവസം സൂക്ഷിച്ചു വെക്കുന്നത്? സാറേ, ഇത് മേടിച്ചു കൊടുത്ത ദിവസമാണ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത്. മാത്രമല്ല അന്ന് എന്റെ വണ്ടിയിൽ ഈ ബില്ല് കിടപ്പുണ്ടായിരുന്നു. എന്തേലും ആവശ്യം വന്നു കഴിഞ്ഞാലോ എന്ന് കരുതിയിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ്. ഇങ്ങനെ സംഭവിച്ചതാണ് സാർ എന്ന് നമ്മുടെ ഓട്ടോ ഡ്രൈവർ പറയുവാണ് അജയോട്. സമയം തന്നെ അജയ് പറയുവാണ്, ശരി, പിന്നീട് ഇത് മാറ്റി പറയരുത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോ ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുമല്ലോ. സമയത്ത് നിങ്ങൾ ഇത് മാറ്റി പറയരുത് കേട്ടോ. സമയം തന്നെ ആ ഓട്ടോ ഡ്രൈവറും മറ്റേ കുടുംബക്കാരും എല്ലാം കള്ളമൊഴികളെല്ലാം പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇവരാണെങ്കിൽ ഭവാനിയോട് കാശ് മേടിച്ചിട്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സമയം തന്നെ ഭൂമിജ അമ്മയെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. ഭൂമിജ ഉറച്ച ഒരു തീരുമാനം തന്നെ എടുക്കുവാണ്, അമ്മയെ ഏത് വിധേനയും പുറത്തേക്ക് കൊണ്ടുവരണം. എന്റെ അമ്മ ഒരു തെറ്റും തന്നെ ചെയ്തിട്ടില്ല, എന്റെ അച്ഛനെ കൊല്ലാൻ എന്റെ അമ്മയ്ക്ക് കഴിയത്തില്ല. അങ്ങനെ ഭൂമിജ കൈകൊണ്ടുണ്ടാക്കിയ കുറച്ച് ഭക്ഷണങ്ങളുമായിട്ട് നമ്മുടെ അംബികയെ കാണാനായിട്ട് ജയിലിലേക്ക് എത്തുന്നുണ്ട്. ഭൂമിജ വരുമ്പോ അമ്മ ജയിലിൽ കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ ഭൂമിജയ്ക്ക് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ ഭൂമിജ പഴയ കാര്യങ്ങളെ പറ്റി ആലോചിക്കുവാണ്. ഭൂമിജയെ പണ്ട് എടുത്തോണ്ട് നടന്നതും നടത്തിപ്പിച്ചതും ഇങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ഭൂമിജ ആലോചിക്കുന്നുണ്ട്. അതേസമയം തന്നെ അമ്മയുടെ മുൻപിൽ കരയരുതെന്ന അമ്മയോടുകൂടി തന്നെ അമ്മയെ നോക്കി തന്നെ ഭൂമിജ നിൽക്കുവാണ്. സമയം തന്നെ ഭൂമിജ അംബികയോട് പറയുവാണ്, അമ്മേ, എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് അമ്മേ, അമ്മ ഇത് കഴിക്കണം. അംബിക അതേസമയം തന്നെ എനിക്ക് വേണ്ട മോളെ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഭൂമിജ അംബികയ്ക്ക് ഭൂമിജ വാരി കൊടുക്കുന്നുണ്ട് ഭക്ഷണം. ഉച്ചയ്ക്ക് അവിടെ കുറച്ച് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട്, ഉച്ചയ്ക്ക് ആ പോലീസ് സ്റ്റേഷനില് ഇത്തിരി സ്വാധീനമുള്ളത് കൊണ്ട് ഭൂമിജ ധൈര്യമായിട്ട് തന്നെ അംബികയ്ക്ക് ചോറ് വാരി കൊടുക്കുവാണ്. അതേസമയം തന്നെ അംബിക കുറച്ച് ഭക്ഷണം കഴിക്കുവാണ്. എന്നിട്ട് ഭൂമിജ പറയുവാണ്, അമ്മ ഒന്നുകൊണ്ടും തന്നെ പേടിക്കണ്ട, ഞാൻ എന്റെ അമ്മയെ ഏത് വിധി പുറത്തേക്ക് കൊണ്ടുവരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ പഠിപ്പിച്ച ശങ്കരനാരായണൻ സാറ് കേസിന് മേളിലോട്ടുള്ള എല്ലാ തെളിവുകളും എങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഞാൻ കണ്ടുപിടിക്കും അമ്മേ. പിന്നെ പോലീസുകാർ പല തെളിവുകളും പറയുന്നുണ്ടല്ലോ അമ്മയാണ് പ്രതിയെന്ന്. പക്ഷെ അതിനെതിരായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ശരിക്കുമുള്ള കാര്യമല്ല എന്ന് എനിക്ക് നിലനിർത്തണം. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ആ സാറിനോട് ചോദിച്ച് പഠിക്കും. ഈ സമയം അംബിക ചോദിക്കുവാണ്, മോളെ,
എന്നെ പുറത്തേക്ക് ഇറക്കാമെന്ന് നീ ഒരു ആശ്വാസവാക്ക് പറഞ്ഞതല്ലോ. ഈ സമയം തന്നെ ഭൂമിച്ച പറയുവാണ്, ഇല്ല അമ്മേ, ഉറപ്പായിട്ടും ഞാൻ എന്റെ അമ്മയെ പുറത്തേക്ക് കൊണ്ടുവരും. ഇതിന്റെ ഇടയ്ക്ക് ഒരു പോലീസുകാരി വന്നിട്ട് ഭൂമിജയോട് പറയുവാണ്, വേണമെങ്കിൽ ഞാൻ തുറന്നു തരാമെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേസമയം തന്നെ പറയുവാണ്, വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്താളാമെന്ന് ഭൂമിജ പറയുവാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ആൽഫ്രഡ് വന്നിട്ടുണ്ട്. ഫ്രെഡിന്റെ ഫ്രണ്ടാണല്ലോ അജയ്. അങ്ങനെ ആൽഫ്രഡും വേറൊരാളും കൂടെ ഈ കേസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രെഡ് പറയുവാണു, എന്തായാലും പുള്ളിക്കാരി തെറ്റുകളൊന്നും ചെയ്യില്ല, പക്ഷേ സാക്ഷിമൊഴികളെല്ലാം എതിരെയാണ് തന്നിരിക്കുന്നത്. പക്ഷേ എനിക്കൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല വിജയുടെ അച്ഛനെ ഭൂമിജയുടെ അമ്മ തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന്. ഇതിൽ വേറെന്തോ നിഗൂഢതകൾ ഉണ്ട് എന്ന് തന്നെ പറയുവാണ് ആൽഫ്രഡ്. ഈ സമയം തന്നെ ഭൂമിജയോട് പറയുവാണ്, ഫ്രെഡും അജയും വിജയോടൊപ്പം അച്യുതനോടൊപ്പം വേറൊരാളും കൂടെ ഉണ്ടായിരുന്നുവല്ലോ എന്ന്. എന്തു ചെയ്യാനാ, പോരാഞ്ഞിട്ട് അവിടെ ഒരു കത്തി ഉണ്ടായിരുന്നു. മാത്രവുമല്ല അച്യുതന്റെ അതേ ബ്ലഡ് തന്നെയായിരുന്നു അവരുടെ ശരീരത്തിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് വേണ്ടേ, അതായത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭൂമിജ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ജയും ആൽഫ്രഡും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഭൂമിജ എത്തുന്നുണ്ട്. ജയ ആണെങ്കിൽ നമ്മുടെ ഭൂമിജയോട് ചോദിക്കുവാണ്, അച്ഛൻ അന്നും മദ്യപിച്ചിരുന്നില്ലേ എന്ന്. അതേസമയം ഭൂമിജ ചോദിക്കുകയാണ്, മദ്യപിച്ചെന്നോ? ഇതാരാ പറഞ്ഞത്? എന്റെ അച്ഛൻ ഒരിക്കലും മദ്യപിക്കില്ല. അങ്ങനെ മദ്യപിക്കുന്ന ഒരാളല്ല എന്റെ അച്ഛൻ. ശരിയായിരിക്കാം, പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉറപ്പിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരനെ വിളിപ്പിച്ചിട്ട് ഈ പറയുവാണ്, അച്യുതന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടാകുമല്ലോ. സമയം അദ്ദേഹം പറയുവാണ്, ആ വന്നിട്ടുണ്ട്, നീ അതിങ്ങോട്ട് എടുത്തേ എന്ന് പറയുവാണ് അജയ്. അയാൾ അത് കൊണ്ടുവന്ന് കൊടുക്കുവാണ് അജയുടെ കയ്യിൽ. വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ അജയ് അന്തം വിട്ട് നിൽക്കുവാണ്. റിപ്പോർട്ടിൽ നമ്മുടെ അച്യുതൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യം അതേപടി തന്നെ നമ്മുടെ ഭൂമിജിയോട് അജയ് പറയുവാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ഭൂമി അച്ഛൻ മദ്യപിച്ചിരുന്നു എന്ന്. അതേസമയം ഭൂമിച്ച പറയുവാണ്, ഇല്ല സാർ, അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല. എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. അല്ല, എന്റെ അച്ഛൻ എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഒരാളെയല്ല എന്റെ അച്ഛൻ. അങ്ങനെയും ഭൂമിജ പറയുന്നുണ്ടെങ്കിലും അജയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. കാരണം അജയ്ക്ക് വേണ്ടത് തെളിവുകളാണല്ലോ. അജയ് അതേസമയം പറയുവാണ്, മുറിക്കകത്ത് വേറൊരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നുവെന്ന് അമ്മ പറഞ്ഞു. പക്ഷേ അമ്മ ആ ആളിനെ കണ്ടിട്ടില്ല. കഴിഞ്ഞിട്ട് അച്യുതന്റെ ശരീരത്തിലെ അതേ ബ്ലഡ് തന്നെയാണ് നമ്മുടെ അമ്മയുടെ കയ്യിലും ഉണ്ടായിരുന്നത്. വെച്ച് നോക്കുമ്പോൾ അമ്മ തന്നെയാണ് ഈ കാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കാം എന്ന് പറയുമ്പോൾ ഭൂമിജ കരഞ്ഞുകൊണ്ട് പറയുവാണ്, ഒരിക്കലും എന്റെ അമ്മയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്തറിയാം, എനിക്ക് എന്റെ അമ്മയും അച്ഛനെയും അറിയുന്നത് പോലെ മറ്റാർക്കറിയാം എന്ന് തന്നെ ഭൂമിജ വല്ലാണ്ടായി പോകുന്നുണ്ട്. ഈ സമയം തന്നെ ഭൂമിജ മനസ്സിൽ ഒന്ന് പറയുവാണ്, ഇതൊക്കെ എങ്ങനെ തെളിയിക്കാനാ, എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സമയം തന്നെ ഭൂമിജയോട് പറയുവാണ്, വിഷമിക്കണ്ട, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. വേണമെങ്കിൽ 30 ദിവസത്തെ സമയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൃപ്തിയല്ല എങ്കിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഇതിനുവേണ്ടി അപ്പീല് കൊടുക്കാം. താൻ ധൈര്യമായിട്ടിരിക്കും എന്ന് അജയ് നമ്മുടെ ഭൂമിജയെ ആശ്വസിപ്പിക്കുവാണ്. ഇവിടെ നിന്ന് ഭൂമിജ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ആൽഫ്രഡ് പറയുവാണ്, ആൽഫ്രഡിനോട് അജയ് പറയുവാണ്, പോയൊന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെ ആൽഫ്രഡ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഭൂമിജയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഭൂമി പറയുവാണ്, എന്നെ ഒന്ന് സഹായിക്കണം, കാരണം ആ ആൽഫ്രഡ് വക്കീലാണല്ലോ. അതേസമയം ഭൂമിജ പറയുവാണ്, എനിക്ക് ഈ കേസ് എത്രയും പെട്ടെന്ന് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. എന്റെ അമ്മയെ പുറത്തിറക്കണം, അതാണ് എന്റെ ആഗ്രഹം. എന്റെ അമ്മ ഒരിക്കലും ഒരു കുറ്റക്കാരിയല്ല. ഇതിനകത്ത് ആരാ ഒളിഞ്ഞിരുന്നതെന്ന് എനിക്കറിയണം. ഇതിലെന്തോ ഒരു ചതിയുണ്ട്. കരുതി കൂട്ടിയുള്ള കൊലപാതകം തന്നെയാണ്. എനിക്ക് ഉറപ്പായി. ഞാനത് കണ്ടുപിടിക്കും. എന്നെ പഠിപ്പിച്ച ശങ്കരനാരായണൻ സാറുണ്ട്. ആ സാറിനെ പോയി ഞാൻ കാണും. കേസിനെ പറ്റി പഠിച്ച് എങ്ങനെയൊക്കെ തെളിവുകൾ ഉണ്ടാക്കാം ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. സാറും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ സമയം തന്നെ ആൽഫ്രഡ് പറയണം, ഭൂമിജയുടെ വഴി അന്വേഷിച്ചോളൂ, ഞാൻ എന്റെ വഴിയും അന്വേഷിക്കാം. ഒന്നുകൊണ്ടും തന്നെ പേടിക്കണ്ട, എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാൻ തന്നെ എന്ന് ആൽഫ്രഡ് നമ്മുടെ ഭൂമിജയ്ക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ഭൂമിജയെ സമാധാനിപ്പിച്ച് ആൽഫ്രഡ് വിടുന്നുണ്ട്. സൗഭാഗ്യപുരത്താണെങ്കിൽ ദീപാവലി ആഘോഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സൗഭാഗ്യമുത്തശ്ശി അവിടെ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സത്യൻ എത്തുന്നുണ്ട്. എല്ലാവർക്കുമുള്ള സമ്മാനവുമായിട്ടാണ് വരുന്നത്. എല്ലാ പ്രാവശ്യവും എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നത് പോലെ ഇപ്രാവശ്യവും ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അതേസമയം ഭവാനി പറയുവാണ് അഞ്ജനയോട്, മോളെ അഞ്ജനെ, ദേ വരുന്നുണ്ട് നിന്റെ വലിയച്ഛൻ. കൈനിറച്ചുണ്ടല്ലോ സമ്മാനങ്ങൾ. എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കൊണ്ടുവന്ന സമ്മാനങ്ങൾ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നുണ്ട് സത്യദാസ്. അങ്ങനെ എല്ലാവർക്കുമുള്ള ഡ്രസ്സുകൾ അവരവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. സത്യൻ
ഭവാനിക്ക് ആ സമ്മാനം കൊടുക്കുമ്പോൾ ഭവാനി സത്യദാസിനെ ചെറഞ്ഞു നോക്കി സൗഭാഗ്യ അമ്മ പറയുവാണ്, എന്താ ഭവാനി നീ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, എന്താ സമ്മാനം വാങ്ങാത്തത്, എല്ലാ വർഷം അവൻ വാങ്ങിക്കൊടുക്കുന്നതല്ലേ, വാങ്ങിക്ക് ഭവാനി എന്ന് പറയുമ്പോ ഭവാനിയാണെങ്കിൽ ചെറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സത്യദാസിന്റെ മനസ്സ് വല്ലാണ്ടായി പോകുന്നുണ്ട്. ഭവാനിയാണെങ്കിൽ ഒരു ഒറ്റ പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ സത്യദാസിന് വളരെയധികം വിഷമം തോന്നുവാണ്. അഞ്ജന അതേസമയം പറയുവാണ്, വല്യച്ഛൻ അതിങ്ങോട്ട് തന്നേ, ഞാൻ കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കാം എന്ന് പറയുന്നുണ്ട്. വല്യച്ഛ ഇതൊന്നും കാര്യമാക്കട്ടെ എന്ന് അഞ്ജന പറയുവാണ് സത്യദാസിനോട്. പക്ഷേ സത്യദാസിന്റെ മുഖം തെളിയുന്നില്ല. അത് കണ്ടിട്ട് അജയ് പറയുവാണ്, അമ്മാവ സാരയില്ല പോട്ടെ, ഇപ്പോ ഞങ്ങൾക്കുള്ളതെല്ലാം എടുത്തു തന്നേ, എനിക്കുള്ളത് എന്താ ഇങ്ങ് തന്നേരെ എന്ന് പറഞ്ഞിട്ടും അജയ് മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും സത്യദാസ് പറയുവാണ്, എടാ എല്ലാവർക്കും ഉള്ളത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ നീ നോക്കിയെടുത്തോ. സത്യദാസിന് എടുത്തു കൊടുക്കാനുള്ള മനസ്സേ പോയി. സൗഭാഗ്യമ്മയ്ക്ക് അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. വിഷമിക്കരുത് എന്ന് സൗഭാഗ്യമ്മ പറയുമ്പോഴും സത്യദാസ് പറയുവാണ്, അമ്മേ ഞാൻ പോകുവാണ് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട് സത്യദാസ്. സമയം തന്നെ സംഗീത പറയുവാണ്, ഏട്ടൻ എന്താ ഇറങ്ങി പോകുന്നു, ഭവാനിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അല്ല മോളെ, എനിക്ക് വിഷമം ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ കയ്യിൽ തരുമ്പോഴും എന്റെ മനസ്സിൽ എന്റെ ഭാര്യയും മകളുമാണ്, എന്നെങ്കിലും അവർ തിരിച്ചു വരുമെന്ന ആശയിലാണ് ഓരോ ആഘോഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തിനാ വെറുതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലൊന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സത്യദാസ് പോകുന്നുണ്ട്. കാണുമ്പോൾ സൗഭാഗ്യ അമ്മയ്ക്ക് വിഷമാകുന്നുണ്ട്. സൗഭാഗ്യ അമ്മ നമ്മുടെ സത്യദാസിനെ വിളിക്കുവാണ്, വാടാ ഇങ്ങോട്ട്, നീ ഒരു പിടി ആഹാരമെങ്കിലും കഴിച്ചിട്ട് പോ, എങ്കിൽ നമ്മളിവിടെ കഴിച്ചാൽ നമുക്കൊരു സമാധാനവും കിട്ടില്ല, അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ ഇങ്ങോട്ടേക്ക് കയറി വാടാ എന്ന് പറയുന്നുണ്ട് സൗഭാഗ്യ അമ്മ. സത്യദാസാണെങ്കിൽ വല്ലാത്തൊരു മനസ്സുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് വരുന്നു. ഇത്രയൊക്കെയാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.